ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. 13 ദിവസം കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് വൻ സൗഭാഗ്യം. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റത്തിനും സവിശേഷമായ സ്ഥാനമാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത കാലയളവിൽ രാശി മാറുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം എല്ലാ രാശിക്കാരിലും ഉണ്ടാവും. ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം ഏറെ ഗുണം ചെയ്യും. എന്നാൽ മറ്റ് ചില രാശിക്കാരെ സംബന്ധിച്ച് ഇത് വിപരീത ഫലമായിരിക്കും നൽകുന്നത്. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹമാണ് ശുക്രൻ. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എന്നിവയുടെയെല്ലാം കാരകനാണ് ശുക്രൻ. ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ അയാൾക്ക് സർവൈശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് വിശ്വാസം. ഒരാൾക്ക് നല്ല കാലം വരുമ്പോൾ ശുക്രനുദിച്ചു എന്ന് പറയുന്ന പ്രയോഗം പോലും ഇതിനെ അധികരിച്ച് വന്നതാണ്. നിലവിൽ കർക്കടകം രാശിയിലാണ് ശുക്രന്റെ സഞ്ചാരം. ചന്ദ്രന്റെ രാശിയാണ് ഇത്. എന്നാൽ ജൂലൈ 31 ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യന്റെ രാശിയാണ് ചിങ്ങം. ഓഗസ്റ്റ് 24 വരെ ചിങ്ങം രാശിയിലായിരിക്കും ശുക്രന്റെ സഞ്ചാരം. ഇത് എല്ലാ രാശിക്കാരിലും സ്വാധീനം ചെലുത്തും. എന്നാൽ ചില രാശിക്കാരെ സംബന്ധിച്ച് ശുക്രന്റെ രാശിമാറ്റം ഏറെ ഗുണം ചെയ്യും. ഏതൊക്കെയാണ് ആ ഭാഗ്യരാശിക്കാർ എന്ന് നോക്കാം. മേടം ആണ് ആദ്യത്തെ രാശി. കർക്കടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം മേടം രാശിക്കാർക്ക് ഏറെ ശുഭകരമായിരിക്കും. ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും. വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയും. വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാകും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കുകയും ചെയ്യും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുകൂല സമയമാണ് ഇത്. നിങ്ങൾ ഒരു കായിക മത്സരങ്ങളിൽ തിളക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൽ വിജയിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാനാകും. ഇത് സമൂഹത്തിൽ പേരും പ്രശസ്തിയും സമ്മാനിക്കും. കുടുംബാംഗങ്ങൾക്കൊപ്പം ഏറെ സമയം ചെലവഴിക്കാനാകും. ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും. അടുത്ത ചിങ്ങം രാശിയാണ്. കർക്കടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാവും. ഉയർന്ന ശമ്പള വർധനവിനും സാധ്യത ഉണ്ട്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ നേട്ടം കൈവരിക്കാനാകും. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം സഫലമാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. ഏറെ നാളായി വിവാഹം ആലോചിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ ആലോചിക്കുന്നവർ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കണം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ട്. മിഥുനമാണ് അടുത്ത രാശി. കർക്കടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുള്ള ശുക്രന്റെ സംക്രമണം മിഥുനം രാശിക്കാർക്ക് ഗുണപരമായിരിക്കും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കും. പല വഴിക്ക് പണം നിങ്ങളുടെ കൈകളിലെത്തും. ഇത് നിങ്ങളെ ആഡംബര ജീവിതത്തിലേക്ക് നയിക്കും. തൊഴിൽപരമായും സാമ്പത്തികമായും നിങ്ങൾ വളരെയധികം പുരോഗതി കൈവരിക്കും. പിതൃസ്വത്ത് താനെ കയ്യിലെത്താൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാനിടയാക്കും. ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. ഇക്കാലയളവിൽ ബമ്പർ ലോട്ടറി വരെ അടിക്കാൻ സാധ്യത കാണുന്നു. പുതിയ വാഹനം, പുതിയ വസ്തു, പുതിയ വീട് എന്നിവ വാങ്ങിക്കാനാകും. വ്യാപാരികൾക്കും കർഷകർക്കും ഇരട്ടി ലാഭം കൊയ്യാനാകും. കുടുംബാംഗങ്ങൾക്കൊപ്പം ദീർഘയാത്ര നടത്തും.